സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലതരത്തിലുള്ള വാർത്തകളും കാണാറുണ്ട്. എന്നാൽ ഒരു വ്യക്തി മാരകമായ രോഗത്തോട് പൊരുതുമ്പോഴും അവർക്കെതിരിൽ ക്രൂരമായ സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എത്രത്തോളം മനുഷ്യത്വമില്ലായ്മയാണ്. അന്തരിച്ച നടൻ സുധിയുടെ ഭാര്യ രേണു സുധിയെക്കുറിച്ച് ഇപ്പോൾ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ആ ഇടയിലും ഈ പാവം സ്ത്രീയെ പലരും വേട്ടയാടുന്നത് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ക്രൂരമായ പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. രേണു ഒരു സെലിബ്രിറ്റിയാണ് എന്ന പേരിലും അവർ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചു എന്ന പേരിലും വൻതോതിലുള്ള സൈബർ ആക്രമണമാണ് അവർ കുറച്ചു കാലമായി നേരിടുന്നത്. നാട്ടുകാരുടെ ശാപമാണ്, പ്രാക്കാണ്, അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് എന്നൊക്കെയാണ് ചിലർ കമൻറ്റ് ബോക്സിനുള്ളിൽ വന്ന് എഴുതി പിടിപ്പിക്കുന്നത്. എന്തൊരു ക്രൂരതയാണിത്! ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഒരു കുറ്റമാണോ? തൻ്റെയും മക്കളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം ചികിത്സാ ചിലവുകൾ കണ്ടെത്താൻ ഒരു വ്യക്തി അന്തസ്സായി ജോലി ചെയ്യുന്നതിനെ, സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയോ എന്തിനാണ് നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഒരു സെലിബ്രിറ്റി ആയിപ്പോയി എന്നത് സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ ഒറ്റപ്പെടാനും ക്രൂരമായി ആക്ഷേപിക്കപ്പെടാനുമുള്ള ലൈസൻസ് അല്ല. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കാൻ വേണ്ടി പോരാടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകുകയാണ്, നമ്മുടെ സമൂഹത്തിൽ ചിലർക്ക് മറ്റുള്ളവരുടെ കണ്ണീരും ദുരന്തങ്ങളും കാണാനാണ് കൂടുതൽ താല്പര്യം. അസുഖം വന്ന് കിടക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും അവർക്കായി പ്രാർത്ഥിക്കാനും കഴിഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനെ ശാപവാക്കുകൾ ചൊരിയാതിരിക്കുക. ഒരു രോഗിയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും മാനസികാവസ്ഥ തകർക്കുന്ന ഇത്തരം സൈബർ ഗുണ്ടായിസം അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. ഈ പറയുന്നതിൽ ആരെങ്കിലും രേണുവിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിഞ്ഞോ? ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം രേണുവിനെ അടിയന്തിരമായി ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കടുത്ത ശാരീരിക വേദന, ഛർദി എന്നിവയെ തുടർന്ന് ശരീരം വല്ലാതെ തളർന്നു പോയ അവസ്ഥയിലാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഒരു കീമോതെറാപ്പി കഴിഞ്ഞാൽ ശരീരം അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് അത് അനുഭവിച്ചവർക്ക്, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗിയെ അടുത്തുനിന്ന് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാകൂ. ആ വേദന താങ്ങാനുള്ള ശാരീരിക ശേഷി പോലും ഇപ്പോൾ രേണുവിനില്ല. നാക്കൊക്കെ കുഴഞ്ഞു പോകുന്ന, സംസാരിക്കാൻ പോലും കഴിയാത്ത അത്രയും ദയനീയമായ അവസ്ഥയിലാണ് രേണു സുധി ഇപ്പോൾ. ഇത്രയും ദയനീയമായ അവസ്ഥയിലാണ് അവരിപ്പോൾ ICUവിൽ കിടക്കുന്നത്. 2 ദിവസത്തോളം അവിടെ തുടരണം എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. മനസ്സിന് എത്ര കരുത്തുണ്ട് എന്ന് പറഞ്ഞാലും ശരീരം കൂടി താങ്ങാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിറ്റുവേഷൻ അതിജീവിക്കാൻ കഴിയൂ. ഈ പ്രതിസന്ധി ഘട്ടത്തിലും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകൾ നമുക്കിടയിലുണ്ട്. ശാരീരികമായി അവർ വളരെ വീക്കാണെങ്കിലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ട് രേണു ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യട്ടെ.